കാത്ത് കാത്ത് കിട്ടിയൊരു ഓഫ് ഡേ ആട്ടോ ഇന്ന് നമുക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8-9 ഡേയ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയൊരു ഓഫാണിന്ന്. നമ്മുടെ കോളേജിന് പൊതുവേ തേർഡ് സാറ്റർഡേ എല്ലാ മാസവും ഓഫ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡ്യൂട്ടി ഇട്ടിട്ടില്ലെങ്കിൽ സുഖം. സോ അങ്ങനെ കിട്ടിയൊരു ഓഫാണിന്ന്. എല്ലാവർക്കും പൊതുവേ ഓഫ് ഡേ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഏതൊരു ഓഫ് ഡേ ആണെങ്കിലും എനിക്കത് ഓർഗനൈസ് ചെയ്യാനും കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ട്രാക്കിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കാണാം കേട്ടോ. ഇന്നത്തെ ഒരു ദിവസത്തേന് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്കിന്നൊരു ഡേ ഓഫ് ആട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ടൈമിലൊന്നും അല്ല എഴുന്നേറ്റ്. എനിക്കിപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഷിഫ്റ്റ് മീൻസ് 7:30 to 3:30 ആണ് നമ്മുടെ ഷിഫ്റ്റ് വരിക. അപ്പോൾ 7:30 എനിക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ ഇവിടുന്ന് കുറേ മുന്നേ ഇറങ്ങണമെങ്കിൽ ഞാൻ കുറേ മുന്നേ എഴുന്നേക്കണം. അപ്പം ഉറക്കമൊന്നും ശരിയാവുന്നുണ്ടായില്ല. 1 വീക്കായിട്ട് എനിക്കത് തന്നെയായിരുന്നു പ്രശ്നം. ലാസ്റ്റ് സൺഡേ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു എനിക്കിത്. സോ നമ്മൾ കുറച്ച് ലേറ്റായി. എഴുന്നേക്കണമെന്ന് ഞാൻ വിചാരിച്ചത് 10 മണിയാണെങ്കിലും 12 മണിയായി ഗൈസ് ഞാൻ എഴുന്നേറ്റപ്പം. സാരമില്ല, ഇറ്റ്സ് ഓക്കെ. എനിക്കൊരു ആ ഒരു സ്ലീപ്പ് വേണമായിരുന്നു. സോ ഐ ഡോണ്ട് പ്രഷറൈസ് മൈസെൽഫ്. നല്ലപോലെ ഉറങ്ങി എഴുന്നേറ്റു. നമ്മൾ ഫ്രഷിലായി. ഇനി നമുക്ക് ചെയ്യാൻ കുറേ പരിപാടികളുണ്ടെന്ന്. ബിക്കോസ് 1 വീക്കായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്ലീനിങ് പ്രോസസ്സെല്ലാം നമ്മളിങ്ങനെ തള്ളി പിന്നെ ആക്കി വെക്കും. ആ തള്ളി വെച്ചേക്കുന്ന വർക്കെല്ലാം നമുക്ക് ഇന്ന് വേണം തീർക്കാൻ. ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് റൂമൊന്ന് അപ്പാടി ഫുള്ളും വൃത്തിയാക്കി എടുക്കണം. ബിക്കോസ് കുറേ ആയി റൂമിൻ്റെ അവസ്ഥയെ ഭീകരമാണ്. ഞാനിത് കവർ ചെയ്തിട്ടിരിക്കുന്നതാണ്, നിങ്ങൾക്കൊന്നും കാണുന്നുണ്ടാവില്ല. സോ നമുക്കതെല്ലാം ഇന്ന് ചെയ്യണം. അതുകൂടാതെ നമ്മൾ നാളത്തേനുള്ള ലഞ്ചും എന്തെങ്കിലും കറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ബിക്കോസ് നമുക്ക് രാവിലെ ആണല്ലോ ഷിഫ്റ്റ് വരിക. ആ രാവിലത്തെ ഷിഫ്റ്റിന് വേണ്ടി നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രിയിൽ എന്തുണ്ടാക്കുന്നതെന്നാൽ അത് നമ്മൾ ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ ചെയ്യാറ്. പിന്നെ മോർണിംഗ് നമ്മൾ എന്തെങ്കിലും സ്മൂത്തിയോ ബ്രെഡോ ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറാണ് ചെയ്യുക. സോ അതിനുള്ള കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് തീരുമാനിച്ചേക്കുന്നത് ഒരു കുട്ടി തട്ടിക്കുട്ട് ബിരിയാണി, ബാച്ചിലേഴ്സ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, അത് ഉണ്ടാക്കണം. കാരണം ഞാൻ കുറച്ച് മുന്നേ ചിക്കൻ മേടിച്ചിട്ടുണ്ടായില്ലോ, അതിൻ്റെ കുറച്ച് പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും കറിയൊന്നും ആക്കാൻ പറ്റില്ല. ഫ്രൈ കഴിക്കാനുള്ളൊരു മൂഡില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വിട്ടിട്ട് ഒരു നേരത്തേനുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമുക്ക് തുടങ്ങാം. ഓൾറെഡി കുറേ ലേറ്റായി. എനിക്ക് തോന്നുന്നു 1 o'clock ആയി വരുന്നു. സോ യെസ്, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ ബിരിയാണീൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മസാല ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും ആ ഫ്രൈ ഒന്ന് എടുത്ത് മസാലയിലിട്ടിട്ട് ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേനും അരി ഇടുക. ഞാനിത് ഫുൾ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡിയായി വരുന്നു. കുക്കറിൽ കയറ്റി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. സോ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ കുറേ പരിപാടികളുണ്ട്. ഞാനുണ്ടല്ലോ അല്ലെങ്കിലും ഫുഡ് ഉണ്ടാക്കിയ ഉടനെ ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അത് അത്രയ്ക്ക് എമർജൻസി ആണെങ്കിൽ മാത്രം. ഞാൻ ലേറ്റ് ആവുകയാണ് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ലേറ്റായി ഫുഡ് ഉണ്ടാക്കാനെങ്കിൽ മാത്രം ഞാൻ ഫുഡ് ആ ടൈമിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും. പക്ഷേ അല്ലാത്ത ടൈം എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഒരു ഇച്ചിരി ടൈം കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കാൻ നോക്കുന്നത്. ബിക്കോസ് അതിന് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അറോമ ഫുൾ നമ്മൾ സ്മെല്ല് ചെയ്തിട്ട് ഫുഡ് കഴിക്കാറാവുമ്പോഴത്തേനും ഒന്നുകിൽ നമ്മുടെ വിശപ്പ് പകുതിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഫുഡ് കഴിക്കാനൊരു താല്പര്യം തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു തന്നൊരു കാര്യം കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ചിങ്ങനെ വെളിയിലോട്ടൊക്കെ ഒന്ന് നടന്ന് പിന്നെ അല്ലെങ്കിൽ വേറെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് പോയി ഫുഡ് കഴിച്ചാൽ കുറച്ചുകൂടി ഫുഡ് കഴിക്കാനുള്ളൊരു എന്താ പറയുന്നത് കഴിക്കാൻ പറ്റുമെന്ന് എന്നോട് അമ്മ പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ ആ ടൈം തൊട്ട് ഞാൻ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്, നമ്മുടെ വിസിലടിച്ചു കേട്ടോ, അത് ഓഫ് ചെയ്യാൻ പോയതാണ്. ഞാൻ പറഞ്ഞത് അത് ഞാനത് ട്രൈ ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് നല്ലൊരു പേഴ്സണലി എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. എനിക്കറിയില്ല എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് മാത്രമുള്ള രോഗമാണെന്ന് എനിക്കറിയില്ല. ഉള്ളവരൊന്ന് കമൻറ്റ് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ മിക്കതും അറിയായിരിക്കും. സോ അപ്പോൾ അങ്ങനെയല്ലാണ്ട് ഇനി നമുക്കൊന്ന് കുളിക്കണം. കുളിക്കുന്നതിന് മുന്നേ നമുക്ക് മുടിയെല്ലാം ഒന്ന് എണ്ണ തേച്ച് സെറ്റാക്കണം. സോ ബാക്കി വിശേഷങ്ങൾ എണ്ണ തേച്ചുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ നമുക്ക് എണ്ണ തേച്ച് തുടങ്ങാം. ഇന്ന് കുറേ പരിപാടികളൊന്നും ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഓൾറെഡി ഉച്ചയായി. ഞാൻ ഇതുകൊണ്ട് കേട്ടോ എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ബോധം ഉണ്ടാവില്ല എന്ത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, എത്ര പണിയുണ്ട് എന്നൊക്കെ. ഇന്നലെ എനിക്ക് ഭയങ്കര ഒരു മടിയും പിന്നെന്താ ഞാൻ ശരിക്കും മടുത്തിരുന്നു ഇന്നലെ. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. ഇന്നലെ ഞാൻ കഴിച്ചിട്ട് കിടന്നത് മാഗി ആയിരുന്നു. ഫുഡ് പോലും ഉണ്ടാക്കാനൊരു ഇതുണ്ടായില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ.
ഇപ്പോൾ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഇന്നുണ്ട്. ഞാൻ യൂഷ്വലി 1 വീക്കിൻ്റെ ഗ്രോസറി ആട്ടോ മേടിച്ച് വെക്കുന്നത്. ബിക്കോസ് അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പേഴ്സണലി ഫീൽ ആയിരിക്കുന്നത് ഞാൻ കുറേ സാധനം വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മളൊരു 2 വീക്സ് 3 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്തിനൊക്കെ മേടിച്ച് വെച്ചാൽ അതിപ്പം 4-5 ആൾക്കാരുണ്ട് വീട്ടിലെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ സിംഗിൾ ഒരു ആൾക്ക് വേണ്ടിയാണെങ്കിൽ ഉണ്ടല്ലോ അത് ശരിക്കും ഭയങ്കര വേസ്റ്റ് ആവാറുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ യാ, ഞാൻ അതുകൊണ്ട് 1 വീക്ക് കൂടുമ്പോഴാണ് മേടിക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു മൺഡേ ട്യൂസ്ഡേ ഏതാണ്ട് പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് മേടിക്കുക ചെയ്തത്. അപ്പം തിരക്കിട്ട് മേടിച്ചുകൊണ്ടൊന്നും ആയിട്ടില്ല. സോ ദിസ് സൺഡേ വി ഹാവ് ടു ഗോ ബ്രിങ് ഓൾമോസ്റ്റ് എവറിത്തിങ്. എല്ലാം തീർന്നിരിക്കുന്നു. പിന്നെ വൈകിട്ടത്തേന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാവില്ല. സോ ഇതിന് നമുക്ക് ഇനി കറി എന്തെങ്കിലും ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് നാളത്തേന് ലഞ്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉച്ചയ്ക്ക് രാത്രിയിൽ ഉണ്ടാക്കുന്ന അതേ സെയിം കറി ആയിരിക്കും കേട്ടോ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. ബിക്കോസ് അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മുടെ അമ്മമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് രാത്രിയിൽ ഉച്ചയ്ക്കിനുള്ള എല്ലാം ഉണ്ടാക്കി വെക്കുമെങ്കിലും ഞാൻ ഇതുവരെയും അതിന് മാസ്റ്റേർഡ് ആയിട്ടില്ല. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രി ഉണ്ടാക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകും. പിന്നെ മാറുന്നത് ചപ്പാത്തിയോ ചോറോ, അത് ഡിപ്പെൻസ്. അങ്ങനെ ഇരിക്കുന്നു. നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ടൈം കളയാണ്. ഞാൻ എത്ര നേരം എണ്ണ തേക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ എണ്ണ തേച്ച് തുടങ്ങിയിട്ടില്ല. ഇനി എനിക്ക് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ ഫുൾ സെൽഫ് കെയർ എന്നായിരിക്കും കേട്ടോ. പെഡിക്യൂർ മാനിക്യൂർ പിന്നെ അതെല്ലാം ഞാൻ വീട്ടിലാണ് ചെയ്യാറ്. അതുകൂടാതെ പിന്നെ എണ്ണ തീർന്നു ഗൈസ്, കുറവുണ്ട്. എണ്ണ തീർന്നു, എണ്ണയിലൊന്നുമില്ല. സോ യാ, അതെല്ലാം ഇന്നാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും മിക്കവാറും എനിക്ക് തോന്നുന്നു 4 മണിയാവും. അത് കഴിഞ്ഞ് കഴിച്ചിട്ട് കൂടാം. എണ്ണ തീർന്നു ഗൈസ്. ഞാൻ ഇതൊന്ന് റീഫിൽ ചെയ്തിട്ടാട്ടെ. എത്ര നേരമല്ല ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്ന. നമുക്ക് പെട്ടെന്ന് എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് പോയേ തീരും. ബിക്കോസ് അല്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് സൺഡേ എനിക്ക് യൂഷ്വലി ഉണ്ടാവുന്നത് 10 to 6 ആട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ എത്തുമ്പോൾ ഒരു 7:30 8 ഒക്കെ ആവും. ഞാനിവിടെ നിന്ന് താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരമാണ് എൻ്റെ ഹോസ്പിറ്റൽ. ദൂരം ആയിട്ടും നമ്മൾ അങ്ങോട്ട് മാറാത്തത് ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് വീട് കിട്ടാഞ്ഞിട്ടാണ്. ഇതുപോലെ ഒരു സൗകര്യമുള്ളൊരു PG കിട്ടുകയെന്ന് പറഞ്ഞാൽ അതും ആ ഒരു ഏരിയയിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ട്രാവലിങ്ങിൽ ഞാൻ കുറച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമുക്ക് താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓക്കെ, നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. താമസിക്കുന്നിടത്ത് പീസും വൃത്തിയില്ലെങ്കിൽ വി കെ നോട്ട് സ്റ്റേ. സോ അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. സോ എനിക്ക് നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കഴിച്ചത് മാഗി, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് ഞാൻ എണ്ണ യൂഷ്വലി ഒരു 1/2 hour ഒക്കെ തലയിൽ വെക്കാറുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റൊക്കെ ഒരു 2 hours അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ ഞാൻ എണ്ണ വിടാറുണ്ടായിരുന്നു എൻ്റെ തലയിൽ. പക്ഷേ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് തലമുടി കുറേ അങ്ങ് പൊട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വീക്ക്ലി എണ്ണ തേക്കുമ്പോൾ ലൈക്ക് 3 days കൂടുമ്പോഴാണ് ഞാൻ മുടി കഴുകുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 1/2 hour to 1 hour മാക്സ് ഞാൻ മുടിയിൽ എണ്ണ വിടും. അത് കഴിഞ്ഞ് മുടി കഴുകിക്കളയാട്ടോ പതിവ്. എണ്ണ പരിപാടിയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നിങ്ങളെ കാണാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എനിക്കതിന് ഒരു മടിയുമില്ല. സോ യാ, അങ്ങനെ നമ്മൾ എണ്ണ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ തലയിൽ തേക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് 1/2 hour ഇരുന്നേ തീരും. സോ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് ക്ലീനിങ് ഉള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തീർക്കാമല്ലോ. ബെഡ്ഷീറ്റെല്ലാം മാറ്റി. ഇനി ഈ ഒരു ടേബിളിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതൊന്ന് ശരിയാക്കണം, ഇത് നന്നാക്കണം. ബിക്കോസ് എന്തൊക്കെ ഇതിലുള്ളതെന്ന് എനിക്ക് പോലും ഇപ്പോൾ അറിയില്ല. അതുപോലെയായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് സൺഡേ ഞാൻ വൃത്തിയാക്കിയ കേട്ടോ. ദാറ്റ് ഈസ് ഐ ഗെസ് ഫസ്റ്റ് സൺഡേ ഞാൻ വൃത്തിയാക്കിയതാണ്. പക്ഷെ പിന്നെ അതേ അവസ്ഥയായി. എന്തെടുക്കാനും. പിന്നെ കുറച്ച് തുണികളുണ്ട്, അതെല്ലാം മടക്കി വെക്കണം. സോ യാ, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇപ്പോൾ എവിടുന്ന് തുടങ്ങുക? ഇതും തുടങ്ങാം. ഓക്കെ. സോ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഒരു കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേഴ്സാണോ എന്ന്. അപ്പം ഞാൻ നേഴ്സല്ല, ഞാൻ റേഡിയോഗ്രാഫറാണ്. ഇന്ത്യൻ റേഡിയോഗ്രാഫറാണെന്ന് പറയാം. റേഡിയോഗ്രാഫർ എന്ന് പറയാറായിട്ടില്ല, എനിക്ക് ഗ്രാജുവേഷൻ കിട്ടിയാലേ ആവും. ഗ്രാജുവേഷൻ കിട്ടാൻ ഇനിയുണ്ട് 8 മാസം ബാക്കി. സോ അങ്ങനെ ഉണ്ട്. പിന്നെ ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ട് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ കോഴ്സ് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉറപ്പായിട്ടും
റേഡിയോഗ്രാഫറിൻ്റെ സ്കോപ്സ്, പിന്നെ റേഡിയോഗ്രാഫറിൻ്റെ സാലറി, അല്ലെങ്കിൽ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് വേണ്ടിയത്, പിന്നെ ഇതിന് എത്ര ഡിഗ്രി ഡിപ്ലോമ എന്തൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ സോ എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾ എൻ്റെ റൂംമേറ്റിനെ കണ്ടിട്ടുണ്ടാവും. 2 പിള്ളേരുണ്ടായിരുന്നു, 2 കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇടയ്ക്കിരുന്ന കുട്ടിയാണ് എൻ്റെ റൂംമേറ്റ്. സൈഡിലിരുന്ന കുട്ടി ഇവിടെ തന്നെ അടുത്ത റൂമിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ ജസ്റ്റ് ഡോറിൻ്റെ വെളിയിലുള്ള റൂം അവളുടെയാണ്. പക്ഷെ അവൾക്ക് സിംഗിൾ അക്കോമഡേഷനാണ്, നമുക്കിവിടെ ഡബിൾ അക്കോമഡേഷനാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. സോ അപ്പോൾ അവൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ കാരണം ഷീ ഷിഫ്റ്റഡ് ബാക്ക്. അവൾ ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ ഷിഫ്റ്റ് ചെയ്തു, അവളുടെ കോഴ്സ് കഴിഞ്ഞു. സോ അവൾ പോയപ്പം എനിക്ക് തന്ന ഒരു എന്താ പറയുന്നത് സംഭവമാണിത്. എൻ്റെ പേര് കിട്ടുന്നില്ല വായിൽ. സോ ആ ടൈം തൊട്ട് ഞാൻ ഇതിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം ഇട്ടൊക്കെ. ഇത് കണ്ടപ്പോഴാട്ടോ പെട്ടെന്ന് ഞാൻ അവളെ കുറിച്ച് ഓർത്തേ. സോ അവളെ ഇനി നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംസാരിച്ച് നമ്മുടെ പണി തീർത്തിട്ടുണ്ട്. ഈ ഒരു സെറ്റ് തീർന്നു. ഞാൻ കാണിച്ചു തരാം. ആയോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അവരവരുടെ രീതിയിലല്ലേ. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് വേണ്ടിയ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇനി നമുക്ക് അടുത്തത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഞാനിത് ഫസ്റ്റ് സൺഡേയിൽ കുറച്ച് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കബേർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ച കുറേ തുണികളാണ്. ഇത് നമുക്ക് ബാഗിലെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. നമ്മൾ സെറ്റായിട്ടുണ്ട്. ഈ 2 ഏരിയയോടെ എനിക്ക് ക്ലീൻ ആക്കണം. തൽക്കാലം ഇപ്പോൾ പോയി കുളിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. ബിക്കോസ് എനിക്ക് ഭയങ്കര വിശക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി മാഗി കഴിച്ചിട്ടുള്ളൂ, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. സോ നമ്മൾ നല്ലൊരു കുളിയെല്ലാം പാസ്സാക്കിയിട്ട് വെളിയിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാട്ടോ ഇത്. ആരാന്നറിയോ? നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന സിംഗിൾ മുറിക്കാരിന്ന്. അവൾ എന്നോട് പറഞ്ഞ് ഞാൻ നാളെ വരും കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. എന്നോട് പറഞ്ഞു നാളെ വരുന്നതെന്ന്. ഞാൻ കുളിച്ചിട്ട് വെളിയിറങ്ങുമ്പം ഇനി കുറച്ച് നേരം അവരോടെല്ലാം സംസാരിക്കാം. നമ്മുടെ ഷെഡ്യൂൾ കുറച്ചുകൂടെ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി പെട്ടെന്ന് കഴിക്കാനുള്ളൊരു കൊതി വന്നാൽ സമയമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 പേരോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു 5, 10, 20 മിനിറ്റിൽ ചെയ്യേണ്ട പണി ഞങ്ങൾ എങ്ങനെ പോയാലും ഈസി ആയിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ ആക്കിയെടുക്കും കേട്ടോ. അപ്പം ഇന്ന് ഇവൾ വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഓൾ ദിസ് ഡേ ഷി വാസ് നോട്ട് ദെയർ. അവൾക്ക് എക്സാം പ്രിപ്പറേഷൻ്റെ ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് മണിക്കൂറുകൾ സംസാരിക്കാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന ടൈം ഒരിച്ചിരി കൂടിപ്പോയെങ്കിലും സാരമില്ല, സംസാരിച്ച് ആസ്വദിച്ച് കഴിക്കേണ്ട ഇതാണല്ലോ ഫുഡ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 പേരും സംസാരിച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 4 ടൈം ആയിരുന്നു. ആ ടൈം നമുക്ക് ഗ്രോസറി പോകാനുള്ള ടൈമായി. അങ്ങനെ ഞാൻ ഗ്രോസറി എല്ലാം മേടിച്ച് തിരിച്ചു വന്നു. നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് സ്നാക്സും പിന്നെ വെജിറ്റബിൾസും അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് ആട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. ഇന്ന് എൻ്റെ റൂം വൃത്തിയാക്കി എന്ന് പറഞ്ഞപ്പം അവൾക്കും എങ്ങും ഇല്ലാത്തൊരു വൃത്തിപ്രാന്ത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ എൻ്റെ റിസർച്ച് വർക്ക് എല്ലാം എടുത്ത് അവളുടെ റൂമിൽ പോയിരുന്ന് കുറച്ച് വർത്താനം എല്ലാം പറഞ്ഞ് പണി തീർക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ഈ ടൈമിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നിങ്ങൾ എത്ര പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ചെയ്തവർ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക കേട്ടോ. ഞാനിവിടെ മംഗലാപുരത്ത് വന്നിട്ട് ഇപ്പം 4 വർഷമായി. നാടും വീടും വീട്ടുകാരും എല്ലാവരെയും വിട്ടിട്ട് നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി കളർഫുൾ ആക്കുമെന്നാണ്. ഞാൻ ഈ 4 വർഷത്തെ മംഗലാപുരം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായേക്കുന്ന ഒരു ടൈമും ഉണ്ട്. ഒട്ടും ഒരാൾ പോലും ഫ്രണ്ടാണെന്ന് പറയാൻ ഇല്ലാത്ത ഒരു ടൈമും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലിമിറ്റഡ് ഫ്രണ്ട്സുള്ള ടൈമും ഉണ്ട് കേട്ടോ. എനിക്കിത് 3 ഫേസിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഈ ലിമിറ്റഡ് ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് ഏത് ടൈമിൽ പോയിട്ടും എന്തും എപ്പോഴും എങ്ങനെയും അവരോട് പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ടെന്ന് അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വാക്കിൽ പോയാലോ എന്നൊരു ഐഡിയ. അങ്ങനെ വാക്കെല്ലാം കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ എല്ലാം പോസ്റ്റ്പോണ്ട് ആയിട്ടോ. അതങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവില്ല. നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് രാത്രിയായി. ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബിരിയാണി ഇച്ചിരി ബാക്കിയുണ്ട്. സോ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിന് ഒരാൾ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. സോ യെസ്, നമുക്ക് കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്.
ബിരിയാണി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഉച്ചക്കത്തേനുള്ളതുണ്ട്. രാത്രി നമ്മളൊന്നും കഴിക്കുന്നില്ല എന്നാണ് പ്ലാൻ. പിന്നെ ഒരു മൂവിയെല്ലാം കണ്ടിട്ട് കിടന്നുറങ്ങണമെന്നാണ് ഇപ്പം ഡിസൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തൊന്നും നടക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, നോക്കട്ടെ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇനി എനിക്ക് ചെയ്യാനുള്ളത്, നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നാളെ സൺഡേ ആണ്. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, 10 to 6 ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങണം. മുന്നേ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ട് വേണം കിടക്കാൻ. നാളത്തേനുള്ള ഡ്രസ്സും സ്ക്രബ്സും എല്ലാം സെറ്റാക്കിയിട്ട് വേണം കേട്ടോ കിടക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂവീൻ്റെ പ്ലാൻ ക്യാൻസൽ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കപ്പം എന്തോ ഒരു കൊതി, മൂവി കണ്ടിട്ട് കിടക്കാമെന്ന് പ്ലാൻ ആക്കിയതുകൊണ്ടാവാം. സോ ഞാനൊരു ദിലീപ് ഫാനാണ് കേട്ടോ. ഓൾ ടൈം ദിലീപ് ഫാനാണ്. എനിക്ക് എപ്പോഴും ദിലീപിൻ്റെ മൂവി എത്ര തവണ കണ്ടാലും മതിയാകത്തില്ല. ഞാൻ പക്ഷേ മൂവി ഫാൻസ് അല്ല. ഞാൻ മൂവി അങ്ങനെ അത്രയും കൂടുതലൊന്നും കാണാറില്ല. പെർട്ടിക്കുലർ മൂവീസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും അല്ലെങ്കിൽ എനിക്ക് അത്ര ഹൈപ്പ് കിട്ടിയിരിക്കുന്ന മൂവീസ് മാത്രമായിരിക്കും ഞാൻ കാണുന്നത്. സോ ഞാൻ എന്തായാലും ഒരു മൂവി കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ലയൺ, ദിലീപിൻ്റെ ലയൺ മൂവി കാണാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ മൂവി കണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞിട്ട് വരാമെന്ന്. സോ നിങ്ങളെല്ലാവരും കിടന്നോ, ഞാൻ ഈ മൂവി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നോളാം കേട്ടോ. അപ്പം ഇവിടെ വരെ വീഡിയോ മൂവി പോലും ഇവിടെ വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.